തട്ടിപ്പിന്റെ രീതിയെല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വർക്ക് വിസയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന ആൾക്കാരെ ശ്രദ്ധയ്ക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത, എവിടെ തെറ്റുപറ്റിയെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തട്ടിപ്പുകളാണ് വർക്ക് വിസയിൽ നടക്കുന്നത്. സംഭവം നടക്കുന്നത് 2023 ഡിസംബറിലാണ്. എൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറാണ് നമ്മുടെ ഇങ്ങനെ പൈസ മേടിച്ചത് പുറത്ത് കൊണ്ടുപോകണമെന്നും പറഞ്ഞു. അപ്പം ഫിൻലൻഡ് എന്ന് പറഞ്ഞ് തുടങ്ങിയത്. അപ്പം ഇങ്ങനെ ഫാദറിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ റെഫർ ചെയ്ത് ഇങ്ങനെ ബ്രദർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്നും പറഞ്ഞ് റെഫർ ചെയ്തു. അങ്ങനെയാണ് ഈ പുള്ളിനെ കണ്ടു സംസാരിച്ചു. അപ്പോൾ ഫിൻലൻഡിലേക്കാണ് അവിടെ എടുക്കുന്നത് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ തുടങ്ങി, ഡിസംബറിൽ നമ്മൾ പരിപാടി തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു PCC-യിലൊക്കെ സമയപ്പോഴത്തേനാണ് അത് ഫിൻലൻഡ് ആയിരിക്കില്ല, അത് ഓസ്ട്രിയ ആയിരിക്കും, ആ രീതിയിൽ പ്രൊസീഡ് ചെയ്ത് നമ്മൾ VFS-ലേക്ക് ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തു. നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്ക് റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞ് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞത് സോഷ്യോ എക്കണോമിക് റീസൺസ് ആണ്, കുറച്ച് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഡോക്യുമെൻറ്റ്സിൻ്റെ ഡേറ്റ് എപ്പോൾ നമുക്ക് അതിൻ്റെ ലിസ്റ്റ് വരും കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അതിന് റിപ്ലൈ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പുള്ളി ഈ കാലഘട്ടം കൊണ്ട് പുള്ളി ഏകദേശം ഒരു 22-23 ലക്ഷത്തോളം രൂപ പുള്ളി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് പിന്നെയും ഫണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഇതിൻ്റെ ഒന്ന് ബാക്ക് ഓഫ് ചെയ്തു. കാരണം ആ സമയത്ത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു ഇതായിരുന്നില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെയാണ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അത് ഫേക്ക് ആയിരുന്നു. വർക്ക് പെർമിറ്റ് നമ്മൾ എംബസിയിൽ മെയിൽ അയച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് ഫേക്ക് എന്നുള്ളൊരു വെരിഫിക്കേഷനാണ് അവിടെ നിന്ന് കിട്ടിയത്. ഇപ്പോൾ കേട്ടത് ഒരു ഒറ്റപ്പെട്ട ഒരു വോയിസ് അല്ല. അനേകം പേര് ഒരുപാട് രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കാറുണ്ട്, എന്തുമാത്രം ക്രെഡിബിൾ ആയിട്ടുള്ള വർക്ക് വിസ കൺസൾട്ടൻ്റ് ആണെന്നെല്ലാം. എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്? മുന്നേ അല്ല നമ്മൾ കേട്ടിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ നിന്ന് 2-3 ലക്ഷം രൂപ മേടിച്ച് ജോലി വാഗ്ദാനം ചെയ്ത ശേഷം ആ ആൾക്കാർ അവിടുന്ന് മുങ്ങുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. വളരെ കോൺഫിഡൻ്റായി, വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ നടക്കുന്നത്. എങ്ങനെയെന്ന് പറയാം. നമ്മൾ 50,000 1 ലക്ഷം രൂപയോ കൊടുത്ത ശേഷം നമുക്ക് ഒരു ഓഫർ ലെറ്റർ ലഭിക്കുന്നതിനായി നമ്മൾ 1 മാസമോ 2 മാസമോ കാത്തിരിക്കാം. ചിലപ്പോൾ 6 മാസം വരെയും കാത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. മറ്റൊന്നുമല്ല, ഈ ഓഫർ ലെറ്റർ നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു കമ്പനി, കാനഡ ആയിക്കോട്ടെ, ജർമ്മനി ആയിക്കോട്ടെ, നോർവേ ആയിക്കോട്ടെ, ഏത് രാജ്യത്താണോ ഈ കമ്പനി നിലകൊള്ളുന്നത് അവരുടെ അഡ്രസ്സ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. അതായത് ആ കമ്പനി തന്നെ ഇഷ്യൂ ചെയ്ത ഒരു ഓഫർ ലെറ്റർ ആയിട്ട് നമുക്ക് തോന്നും വിധമാണ് ഇത് അച്ചടിച്ച് വന്നിട്ടുണ്ടായിരിക്കുക. എന്നാൽ ഇങ്ങനെ ഒരു ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്തതായി അങ്ങനെ ഒരു കമ്പനിക്ക് അറിവ് പോലും ഉണ്ടാവില്ല. അതായത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിൽ അവിടെയുള്ളൊരു കമ്പനിയുടെ പേര് വെച്ച് നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന ഓഫർ ലെറ്റർ ആ കമ്പനി അറിഞ്ഞിട്ട് പോലുമില്ല എന്നർത്ഥം. ഈ ഓഫർ ലെറ്ററുമായിട്ടാണ് നമ്മൾ മറ്റനുബന്ധ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചേർത്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന പോയിന്റ് വരെയും നമ്മൾ പെർഫെക്റ്റ് ആണെന്നും ഇനി യാതൊരു വിധത്തിലുള്ള മുടക്കങ്ങളും ഇല്ല എന്നാണ് നമ്മൾ ചിന്തിക്കുക. ഇതിന് ശേഷമാണ് വിസ റിജക്ഷൻ സംഭവിക്കുന്നത്. അപ്പോഴും നമുക്ക് യാതൊരു കുഴപ്പവും മനസ്സിലാവില്ല. കാരണം നമ്മുടെ കയ്യിലുള്ളത് ഒരു 1-ാം തരം ഓഫർ ലെറ്ററും അവർ ചോദിച്ചിട്ടുള്ള എംബസി ചോദിച്ച എല്ലാ ഡോക്യുമെൻറ്റ്സും കൊടുത്തു. പക്ഷേ റിസൾട്ട് വന്നപ്പോഴോ അത് റിജക്ഷനാണ്. റിജക്ഷൻ എന്ന് മാത്രമല്ല, ചിലപ്പോൾ ആ ഏരിയയിൽ ആ രാജ്യത്തേക്കുള്ള ബാൻ വരെ കിട്ടിയെന്നിരിക്കാം. ഒരുപക്ഷെ 5 വർഷമോ 10 വർഷമോ വരെ ബാൻ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. പോളണ്ട്, സ്ലൊവേനിയ, സ്ലൊവേക്കിയ, ജർമ്മനി, നോർവേ, കാനഡ, ഈ 6 രാജ്യങ്ങളിൽ നിന്നുള്ള തട്ടിപ്പിൻ്റെ വിവരങ്ങളാണ്, അഥവാ അവിടെ നിന്ന് പറ്റിക്കപ്പെട്ടിട്ടുള്ള അനേകം ആളുകളുടെ എൻക്വയറീസ് ആണ് എനിക്ക് വരാറുള്ളത്. എങ്ങനെയാണ് സാർ എൻ്റെ വിസ റിജക്റ്റ് ആവുന്നത്? എന്തുകൊണ്ടാണ് സാർ എനിക്ക് ബാൻ കിട്ടുന്നത്? ഇതാണ് ചോദ്യം. ചോദ്യത്തിന് ഉത്തരം വളരെ ഈസിയാണ്. ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്ന ആ ഒരു കടലാസിന് ഒരു വിലയും ഇല്ലാത്ത, ആ കമ്പനി പോലും അറിഞ്ഞിട്ടില്ലാത്ത ഒരു ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻറ്റിനെ പറ്റി എംബസി വിശദമായി പരിശോധിക്കുന്ന ശേഷമാണ് ഫോർജ് ഡോക്യുമെൻറ്റ് സബ്മിഷനാണ് നിങ്ങളുടെ വിസ റിജക്ഷൻ എന്ന റിഫ്യൂസൽ ലെറ്റർ കൈവശം തരുന്നത്. വിസ തട്ടിപ്പുകാർ വളരെ വ്യക്തമായ കണ്ടീഷൻസോടെയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നത്. അതായത് ഓഫർ ലെറ്റർ എടുത്തു തരിക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവരുടെ കൈവശം ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ ആ ഓഫർ ലെറ്റർ വന്നാൽ 1 ലക്ഷമോ 2 ലക്ഷമോ പേ ചെയ്യേണ്ടി വരും. എന്നാൽ വിസയ്ക്ക് പോകുന്നതിന് മുന്നേ മറ്റ് 3-4 ലക്ഷം നിങ്ങൾ പേ ചെയ്യണമെന്നും വിസ റിജക്റ്റ് ആയാൽ ഇതിൻ്റെ പകുതി പൈസ തിരിച്ചു തരുമെന്നാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ പെർഫെക്റ്റ് ആണ്. അതായത് എംബസിയുടെ കൈവശമുള്ള ഒരു തീരുമാനമാണ് ഒരാളുടെ വിസ ആക്സെപ്റ്റൻസും റിഫ്യൂസൽ എന്ന് പറയുന്നത്. പക്ഷേ തെറ്റായ ഡോക്യുമെൻ്റാണ് നിങ്ങൾ വിസയ്ക്ക് വെക്കുന്നതെങ്കിൽ 100% ഉറപ്പാണ് ആ വിസ റിജക്റ്റ് ആയിരിക്കും. വിസ റിജക്റ്റ് ആവുന്നതല്ല അതിൻ്റെ പ്രശ്നം, പലപ്പോഴും ബാനാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് 5-10 വർഷം ആ രാജ്യത്തേക്ക് കടക്കാൻ സാധിക്കില്ല. വർക്ക് വിസയ്ക്കായി നമ്മൾ ഇനി മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ എപ്പോഴും ഒരു കോളം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ആ കോളത്തിൽ ചോദിക്കുന്നുണ്ട്, ഹാവ് യുവർ വിസ ബീൻ റിജക്റ്റഡ് ബൈ എനി എംബസി ബിഫോർ? അതായത് നിങ്ങളുടെ വിസ മുന്നേ ഏതെങ്കിലും എംബസി റിജക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. ആ കോളത്തിൽ ഒരു ബ്ലാക്ക് മാർക്കാണ് സൃഷ്ടിക്കുന്നത് നിങ്ങൾക്കൊരു ബാൻ ലഭിച്ച വ്യക്തിയാണെങ്കിൽ.
അതായത് ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ യാത്രയിൽ ഒരു വർക്ക് വിസയോ സ്റ്റഡി വിസയോ ഒക്കെ തേടിയിട്ടുള്ള ഒരു കരിയർ എൻഹാൻസ്മെൻറ്റിന് പോകുന്ന യാത്ര പോലും മുടങ്ങിപ്പോവും ഒരു ബാൻ ലഭിച്ചാൽ എന്നർത്ഥം. 6 മാസവും 1 വർഷവും 2 വർഷവും വരെ വർക്ക് വിസയ്ക്ക് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. ഈ കാത്തിരിപ്പിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഒരു ബാനാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. മാത്രമല്ല 2-3 ലക്ഷം രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാകും ഈ ബാൻ ലഭിക്കുന്ന സാഹചര്യത്തിൽ. എങ്ങനെ ഈ തട്ടിപ്പുകാരുടെ വലയിൽ പെടാതിരിക്കാം? വളരെ സിമ്പിളാണ്. വിദേശത്തുള്ള ഏതൊരു കമ്പനിയും 2 രീതിയിലാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഒന്ന്, അവർ നേരിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഓഫർ ലെറ്റേഴ്സ്. 2, ഒരു അംഗീകൃത റിക്രൂട്ട്മെന്റ് ഏജൻസി വഴിയാണ് റിക്രൂട്ട്മെന്റ് നടത്തുക. ഇത് ഏത് വഴിക്കാണെങ്കിൽ തന്നെയും ഇഷ്യൂ ചെയ്യപ്പെടുന്ന ഓഫർ ലെറ്റേഴ്സ് ഈ കമ്പനി തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും. സോ നിങ്ങളുടെ കൈവശം ഒരു ഓഫർ ലെറ്റർ ലഭിച്ചു കഴിഞ്ഞാൽ ആ ഓഫർ ലെറ്റർ ഏത് കമ്പനി ഇഷ്യൂ ചെയ്തു, ഏത് രാജ്യത്ത് ഇഷ്യൂ ചെയ്തു, അവർക്ക് നേരിൽ വിളിച്ചോ അല്ലെങ്കിൽ മെയിൽ വഴിയോ തീർച്ചയായിട്ടും ആ ഓഫർ ലെറ്ററിൻ്റെ ക്രെഡിബിലിറ്റി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ യാതൊരു സംശയവുമില്ല ഇത്തരത്തിലുള്ള തട്ടിപ്പിൻ്റെ ഇരയായി നമ്മൾ മാറിയിരിക്കും. ദിവസവും നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ ഒരുപാട് കേൾക്കുന്നുണ്ടെങ്കിലും തട്ടിപ്പിന് ഇരയാവുന്ന ആളുകളുടെ എണ്ണം ഒട്ടും കുറവല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓഫർ ലെറ്റർ നിങ്ങളൊരു വർക്ക് വിസ കൺസൾട്ടൻ്റ് അടുത്ത് പോവുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും അവർ തരുന്ന ഓരോ ഡോക്യുമെൻറ്റുകളും എത്രമാത്രം വാലിഡ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം പൈസ നൽകുക.